കുറച്ച് ദിവസം മുമ്പാണ് പ്രൈം മിനിസ്റ്റർ മോദി 3 പുതിയ ഇന്ത്യൻ നേവി ഷിപ്പ് കമ്മീഷൻ ചെയ്തത്. ഐ.എൻ.എസ്. ഡുംഗ്രി, ഐ.എൻ.എസ്. ഷൻഷോദക്, ഐ.എൻ.എസ്. അഗ്രേ. ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. എന്താ ഇപ്പോൾ ഇന്ത്യ ഇത്ര സ്പീഡിൽ ഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്? കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് ഷിപ്സിൻ്റെ സ്റ്റോറിയല്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടല്ലോ. പോർച്ചുഗീസ് ഇന്ത്യയിൽ വന്നത് കടൽ വഴി, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ഫ്രഞ്ചും വന്നതും കടൽ വഴി. ട്രേഡ് ചെയ്യാൻ വന്നവർ പിന്നെ ഈ നാടിനെ തന്നെ ഭരിച്ചു. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ക്ലിക്കായത്. ഹിസ്റ്ററിയിൽ കടലിനെ കൺട്രോൾ ചെയ്തവർ ട്രേഡ് കൺട്രോൾ ചെയ്തു, ട്രേഡ് കൺട്രോൾ ചെയ്തവർ എക്കണോമി കൺട്രോൾ ചെയ്തു, എക്കണോമി കൺട്രോൾ ചെയ്തവർ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ബ്രിട്ടീഷിൻ്റെ റോയൽ നേവി. ബ്രിട്ടീഷേഴ്സ് ആദ്യം ഷിപ്പ് യാർഡ് ബിൽഡ് ചെയ്തു, ഷിപ്പ് യാർഡ്സ് മർച്ചൻസ് ഷിപ്സിനെ ഉണ്ടാക്കി, മർച്ചൻറ്റ് ഷിപ്പ് ട്രേഡ് ഉണ്ടാക്കി, ട്രേഡ് വെൽത്ത് ഉണ്ടാക്കി. ആ വെൽത്താണ് റോയൽ നേവിയെ ബിൽഡ് ചെയ്തത്. റോയൽ നേവി പിന്നെ ആ ട്രേഡിനെയും പ്രൊട്ടക്ട് ചെയ്തു. അതൊരു സൈക്കിളായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാം. 2014 മുതൽ ഇന്ത്യൻ ഷിപ്പ് യാർഡ്സ് 40-ൽ അധികം ഇൻഡിജിനിയസ് വാർഷിപ്സും സബ്മറീൻസും ഇന്ത്യൻ നേവിക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 54 വാർഷിപ്സ് ഇന്ത്യൻ ഷിപ്പ് യാർഡ്സിൽ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ആവറേജ് നോക്കിയാൽ ഏകദേശം ഓരോ 40 ദിവസം കൂടുമ്പോൾ ഒരു പുതിയ നേവൽ പ്ലാറ്റ്ഫോം നേവി ചേരുന്നു. ലക്ഷ്യം 2035 ആകുമ്പോൾ 200-ൽ അധികം നേവൽ പ്ലാറ്റ്ഫോംസ്. അതിൻ്റെ ഇടയിൽ തന്നെ സൗത്ത് കൊറിയയുമായി ഷിപ്പ് ബിൽഡിംഗ് പാർട്ണർഷിപ്പ് അനൗൺസ് ചെയ്തു. എന്തിനാ സൗത്ത് കൊറിയ? 50 വർഷം മുമ്പ് സൗത്ത് കൊറിയയും ഷിപ്പ് ബിൽഡിംഗിൽ വലിയ പ്ലെയർ ആയിരുന്നില്ല. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് പവറിൽ ഒന്നാണ്. ഇന്ത്യ കൊറിയൻ ഷിപ്സിനെ വാങ്ങാനല്ല നോക്കുന്നത്. അവർ ഷിപ്പ് ബിൽഡിംഗ് ഈക്കോ സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് ആ പ്ലേ ബുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഷിപ്പ് മാത്രമല്ല ഉണ്ടാകുന്നത്, സ്റ്റീൽ ഇൻഡസ്ട്രീസ് വളരും, എഞ്ചിൻ മാനുഫാക്ചേഴ്സ് വരും, ഇലക്ട്രോണിക്സ് ഈക്കോ സിസ്റ്റം വളരും, പോർട്സ് ഡെവലപ്പ് ആവും, ആയിരക്കണക്കിന് MSMEസിനെ ക്രിയേറ്റ് ചെയ്യാം, ലക്ഷക്കണക്കിന് ജോബ്സ് ഉണ്ടാവും, എക്സ്പോർട്സ് കൂടും, പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇപ്പോൾ ബിൽഡ് ചെയ്യുന്നത് വാർഷിപ്സ് അല്ല, ഒരു മാരിടൈം എക്കണോമിയാണ്. ഹിസ്റ്ററിയിൽ ഇന്ത്യയിലേക്ക് വന്നവർ കടൽ വഴിയാണ് വന്നത്. ഫ്യൂച്ചറിൽ ഇന്ത്യ ലോകത്തേക്ക് പോകുന്നതും അതേ കടൽ വഴിയായിരിക്കും. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ബൈ ഫോർ നൗ.